എല്ലാ മുന്നണികളെയും ഒരുപോലെ വലയ്ക്കുകയാണ് വിമതശല്യം. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം UDF-ന് 13 വിമതരാണുള്ളത്. തിരുവനന്തപുരത്ത് LDF-നും UDF-നും 5 വീതം വിമതരുണ്ട്. കണ്ണൂരിലെ വിമതരെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. കടുത്ത മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിവില്ലാത്ത വിമത ശല്യമാണ് LDF-നെയും UDF-നെയും ഉലയ്ക്കുന്നത്. 5 വീതം വിമതരാണ് മുന്നണികൾക്കുള്ളത്. LDF കാൻഡിഡേറ്റായിട്ട് എന്നെ തീരുമാനിച്ചു, എന്നോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് ഇതിൽ മാറ്റം വരുത്തി. ഈ പാർട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അത് എങ്ങനെയെങ്കിലും തടയിടാൻ എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെങ്കിൽ അതാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മധ്യകേരളത്തിൽ ചില സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയതിനു പുറമെ വിമതരുടെ സാന്നിധ്യവും UDF-ന് കനത്ത വെല്ലുവിളിയാണ്. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം UDF-ന് 13 വിമതരാണുള്ളത്. BJP-ക്ക് 2ഉം LDF-ന് 1 വിമതനുമുണ്ട്. ഇത്രയായപ്പോൾ എന്നോട് പറഞ്ഞു മാലിക്ക് തന്നെ സീറ്റ്. പക്ഷേ രാവിലെ വെളുപ്പിന് 5 മണിയായപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു, ഇതിലെന്തോ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് ആൾ മാറി. കാരണം പാർട്ടിക്ക് തന്നെ അറിയാം ജനവികാരം കൊണ്ട് മാത്രമാണ് ഞാൻ മത്സരിക്കുന്നതെന്നുള്ള കാര്യം. പാർട്ടിക്ക് വളരെ സ്പഷ്ടമായിട്ട് തന്നെ പാർട്ടിക്ക് അറിയാം. കണ്ണൂർ കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ സ്ഥാനാർത്ഥികളടക്കമുള്ള 4 പേരെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. വാരം സീറ്റിൽ മത്സരിക്കുന്ന റയീസ് അസദി, ആദി കടലായിൽ റിജിൽ മാക്കുറ്റിക്കെതിരെ പത്രിക നൽകിയ V മുഹമ്മദ് അലി എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് നടപടി. UDF-ന് ഭരണമുള്ള കുന്നമംഗലം ബ്ലോക്കിൽ 2ഇടത്ത് ശക്തരായ വിമതരാണ് രംഗത്തുള്ളത്. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പ്രാദേശിക ഘടകത്തിന്റെ വികാരം നോക്കണ്ടേ? ഇവിടുത്തെ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ, വാർഡ് പ്രസിഡന്റുമാരൊക്കെ എന്നോട് ഇപ്പോഴും പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. വിമതർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇനി റിവൽ എന്ന് പറയണ്ട, ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവർക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടി പുറത്താക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോഴിക്കോട് തുറയൂരിൽ CPM-നെതിരെയുള്ള മത്സരം പ്രാദേശിക തർക്കമെന്ന് CPI വ്യക്തമാക്കി. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച LDF സ്വതന്ത്രന് പിന്തുണ നൽകി. 6ാം വാർഡിൽ ഡോക്ടർ നിലാർ മുഹമ്മദിനാണ് LDF-ന്റെ പിന്തുണ. അതിനിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് പടന്ന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. സജീവൻ രാജിവെച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.